എന്താ അവിടെ ഒരാൾക്കൂട്ടം? എന്തോ ആക്സിഡന്റ് ആയി കാണും. നിർത്ത്. ആരുടെ അമ്മയുടെ പേരെടുക്കണേ പാട്ടിൽ? വണ്ടി എടുക്കടാ. സാർ ഒരാളെ മാറിക്കണം. സാർ ഞങ്ങൾ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. സാർ അവിടെ മാറിക്കല്ലേ പറഞ്ഞു. സാർ പ്ലീസ് പറയുന്നത് സാർ പരിക്കേറ്റ് കിടക്കാൻ. സാർ എങ്ങനെ പ്ലീസ് സാർ. എന്താണ് കൈവറമനെ കിടന്ന് മെഴുകുന്നത്? നീ ആ ചേരിക്കാതെ നേതാവാണല്ലോ. എന്താണ് മന്ത്രി വരുമ്പോ നിന്റെ ഒരു ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. സാർ സാർ ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ. എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ? സാർ ഒരു പോലീസുകാരനാണ് സാർ. വളരെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പാലം കിടന്നു മെസ്സേജ് കിട്ടി. അയ്യോ കൊല്ലം പറ്റോ? हमारे बड़े അടികൊണ്ട് വീണ ഒരു പോലീസുകാരനാ. അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങള് ഇങ്ങനെ തള്ളി ചവച്ച്. എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവാരവും ഒക്കെ? ഒരു ഞൊടി നേരം കൊണ്ട് അങ്ങേക്കെതിരെ ഒന്ന് കടന്നു പോകാനോ? കണ്ടോളൂ സാർ, ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാപാപമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ല ഇവരാരും. തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നൽ പോലെ പാഞ്ഞു പോകാൻ. ഞങ്ങൾ കരമടയ്ക്കുന്ന കാശ നിങ്ങളുടെ ഈ വാഹനങ്ങളുടെ വീലിന്റെ അകത്ത് സ്പ്രിങ്ങുമല്ല. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചരച്ചിട്ടുള്ളത്. എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമുണ്ട് സാറ്. എന്തിനാണ് സാർ ആരോട് പന്തയം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ജനങ്ങളോടോ? പറയണോ സാർ, ആരെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത്? ഇവരെയോ? എടോ സദാനന്ദ, നന്നായിട്ട് കൊടുത്തല്ലോ അല്ലേ? ശരിക്കും കൊടുത്തു സാർ. ഇനി ഒന്നും ചെയ്യണ്ട. വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും. എവനൊക്കെ ചുമ്മാ അങ്ങ് പ്രശസ്തനാവും. കേസൊന്നും ഉണ്ടാവില്ലല്ലോ. കേസൊന്നും ആവില്ലെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ IG വരെ മുട്ട് പറയും. അല്ലെങ്കിൽ നീ നോക്കിയോ, ശങ്കരൻകുട്ടി നമസ്കാരം. തല്ലി ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള്. ആ സദാനന്ദന്റെ മൂത്തുപ്പാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ടാന്ന്. സമ്മതിച്ചു. ആളിത്തിരിയേ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ. ഉമരാ പാ. എന്തോ ഇവനെ വിടണ്ട, പിടിച്ചോ, നമുക്ക് വേണം. അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ. ചേരിയിൽ ഗോപാലകൃഷ്ണൻ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല. വലിയ സ്വാധീനല്ലേ. ഓഹോ മിടുക്കൻ. പിന്നെ എന്തുണ്ടോ അമ്മയ്ക്കൊക്കെ? ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ? എന്റെ ക്ലാസ്മേറ്റ് കൈവെള്ളെ കൊണ്ടു നടന്ന ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തിൽ വളർത്തിയത്. ഒടുവിൽ വീണുപോയതും എനിക്ക് വേണ്ടിയിട്ടാ. എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു. പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലേടോ? വേണ്ട സാർ. ഇത് വെച്ചോളൂ. വേണ്ട, ഞാൻ വാങ്ങൂല. താൻ വാങ്ങണ്ട. ഇത് തനിക്കല്ലടോ. വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി. അവർക്കാ. പഴയ നമ്പ്യാരുകുട്ടി തന്നതാണെന്നും പറഞ്ഞ് തലയാണ കീഴി വെച്ചു കൊടുക്കണം. അവർക്ക് സന്തോഷാവും. എനിക്കറിയാം.
ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. മറ്റേ സാർ, എന്താ? ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞല്ലോ, നിങ്ങളുടെ ആരുടെയും പേര് കേസ് ഉണ്ടാവില്ല. അതല്ല സാർ, ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം. ഒരുപാട് നാളായി ഒരു പരിഹാരവും ഇല്ലാതെ അതിങ്ങനെ. അറിയാം, 947 ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ്, ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി. ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ. എവിടെ നടക്കാൻ? മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി. ഇത്തവണ നമുക്ക് ശരിയാക്കാം. CM വരട്ടെ, ഞാൻ പ്രസ് ചെയ്യാം. ഐ വിൽ ഗിവ് an ultimatum. ഓക്കെ, ശരി. ഒലക്കേടെ മൂട്. എടോ, അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക്? എന്നാ അത് നടക്കുകയല്ല. ഇത്തവണ അങ്ങനല്ല സഹാബി, വാക്ക് കൊടുത്തിരിക്കാ നമ്പ്യാര്. വാക്കല്ല, വ്യാമോഹം. ഒരു ബൂർഷ പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം. എന്താ, മനസ്സിലായോ? അപ്പൊ നടക്കില്ല എന്ന് ചുരുക്കം. പക്ഷെ നടന്നില്ലെങ്കിലും ചേരിക്കാര് മുഴുവൻ ഇളവും. ഇളക്കാരാ തീരുമാനം. ആര് തീരുമാനിച്ചു? ആ ഗോപാലകൃഷ്ണനോ? അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും. ആരിളക്കിയാലും നമ്മളത് കലക്കും. കലക്കാ പിന്നെ ചേരിക്കകത്തൊന്നും ഒരു ഒറ്റ വോട്ട് കിട്ടില്ല സഹാബി നമുക്ക്. എടോ പവിത്ര, താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ഈ ദേവനെയോ? 28ാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ. എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഹാബ് പറയുന്നത്? വേണ്ട, പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നിൽക്കണം. എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ. അറിയോ തനിക്ക്? എടോ, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല, എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? ഭഗവാനെ, ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ. നിർത്തണം 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 നിർത്തണം. എന്താണ് കൊച്ചുമോനാളി, ഇതുവരെ പ്രശ്നം നോക്കരുത്. ഇവിടെയുള്ളൊരു തടയും. തടയുന്നേ തടയട്ടെ, അപ്പൊ കാണാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ, ധൈര്യമായിട്ട് നിന്നു. നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും. പോരട്ടെ 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 പോരട്ടെ. അല്ലാന്ന് താൻ എന്ത് പോകരുത് കാണിക്കുന്നത്? ഇതുവഴി വണ്ടി ഇവിടെ തന്നോട് ആരാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് അറിയോട് ഇതുവഴി വണ്ടി പോയില്ലാന്ന്? ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും. അങ്ങനെ മെനക്കെടണ്ട, ഞങ്ങൾ തടയും. തടയുമല്ലേ? ഇറങ്ങി വേടാ. കൂടെ 5-6 ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ. അതൊന്നും ഈ ഏരിയ ചെലവാവില്ല. വേറെ വഴിയുണ്ടല്ലോ, അതുവഴി കൊണ്ടുപോയിക്കോ. അതിനൂടെ പൂമുഖത്തെ കുറുപ്പ് വരുന്ന പാലം പൊളിഞ്ഞെടുക്കല്ലേ? കാട്ടിലെ തടി തേവണ്ടാനാ. ഇത് മോശമാണ്. വെറുതെ ഉള്ള സ്നേഹം കളയരുത്. ഉള്ള സ്നേഹം പോയാൽ പൂമുഖത്തോർക്ക് പുല്ലാടാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പല്ലി തെറിപ്പിക്കാൻ അവന്റെ.
കഞ്ചാവ് കളി. കുഞ്ഞുവെ ഫ്രഷാ നോക്ക, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതെന്ത് അന്യായമാണ് സർ? വണ്ടി കയറോ.